അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി സ്മൃതി ഇറാനി ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ അറിയാൻ ഇനി എത്ര കാലം കൂടി കാത്തിരിക്കണം? സ്മൃതി ഇറാനിയുടെ പ്രതിയോഗി ആരായിരിക്കും? ബാലു, മെയ് 3-നാണ് അവിടെ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. കഴിഞ്ഞ ദിവസം ശനിയാഴ്ച ചേർന്ന കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം മല്ലികാർജ്ജുന ഖാർഗെ, അതായത് AICC അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അമേഠിയിലെ റായ്ബറേലിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ. അത് നമുക്ക് വേണമെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെ താല്പര്യം എന്താണോ അത് ഖാർഗെ പ്രഖ്യാപിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ആര് എന്നുള്ള ഈ അനിശ്ചിതത്വം ഇങ്ങനെ നീണ്ടുപോകുന്നത് ഒരുപക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ഗുണകമാവും എന്നുള്ളത് എനിക്കറിയില്ല. സഹോദരനും സഹോദരിയും മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇല്ല, ഇപ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും, റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളുണ്ട്. അതേസമയം റായ്ബറേലി, അതായത് സോണിയാഗാന്ധി കഴിഞ്ഞ തവണ ജയിച്ച അല്ലെങ്കിൽ UP-യിൽ കോൺഗ്രസിന് കിട്ടിയ ഏക സീറ്റിൽ അവിടെ രാഹുൽ ഗാന്ധി മത്സരിക്കുകയും പ്രിയങ്ക ഗാന്ധി അമേഠിയിൽ സ്മൃതി ഇറാനിയെ നേരിടും എന്നുള്ള തരത്തിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ വരുന്നുമുണ്ട്. ഏതായാലും ഈ 2 സീറ്റിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് ഉടനടി തന്നെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നാളെ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരും, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളെയോ കൊണ്ട് ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുമെന്നുള്ള ചില സൂചനകളാണ് വന്നെങ്കിലും ഇതുവരെ കോൺഗ്രസിൻ്റെ തീരുമാനം വന്നിട്ടില്ല. അതിനിടയിൽ നമുക്കെല്ലാവർക്കും അറിയാം, റോബർട്ട് വദ്രയും അമേഠി സീറ്റിന്മേലൊരു അവകാശവാദം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് അമേഠിയിലെ ജനങ്ങൾ തങ്ങളെ കാത്തിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ചില സൂചനകൾ അദ്ദേഹവും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് ഇത്ര തീരുമാനം വൈകുന്നത് എന്നുള്ളത്? ഈ കോൺഗ്രസിന്റെ അതവിടെ നിൽക്കട്ടെ, ഈ റായ്ബറേലിയിൽ BJP-യുടെ സ്ഥാനാർത്ഥി ഇതുവരെ ആയിട്ടില്ല. റായ്ബറേലിയിലും ആയിട്ടില്ല. സ്മൃതി ഇറാനി ഇന്ന് പത്രിക നൽകിയത് വലിയൊരു റോഡ് ഷോയും ഒക്കെ ആയിട്ടാണ്. സ്മൃതി ഇറാനിയെ നേരിടാൻ പ്രിയങ്ക ഗാന്ധി വന്നു കഴിഞ്ഞാൽ മത്സരത്തിന്റെ സ്വഭാവം മാറും എന്നുള്ള തരത്തിലുള്ള ചില വിലയിരുത്തലുകൾ വന്നിട്ടുണ്ട്. അമേഠിക്ക് പകരം റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് വിജയിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ വയനാട് സീറ്റിന്റെ കാര്യത്തിൽ എന്താകുമെന്നുള്ളൊരു പ്രശ്നം വരും. ഏത് സീറ്റ് ഒഴിവാക്കും രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു വലിയ ചർച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. കേരളത്തിൽ സ്വാഭാവികമായിട്ടും വയനാട് ഒഴിവാക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു പൊളിറ്റിക്കൽ റാമിഫിക്കേഷൻ ആയിരിക്കും വരുന്നത്. ഒരുപക്ഷെ ഇടതുപക്ഷ മുന്നണിക്ക് അതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ തന്നെ ഒരുപക്ഷെ അത് വഴിവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, ഞാൻ പറഞ്ഞത് റായ്ബറേലിയിൽ BJP-യുടെ സ്ഥാനാർത്ഥിയും വന്നില്ല. പക്ഷെ പലരുടെയും പേരൊക്കെ നേരത്തെ കേട്ടിരുന്നു. വരുൺ ഗാന്ധിയോൾക്ക് ഒരു ഘട്ടത്തിൽ ഈ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ നുപുർ ശർമ്മയുടെ പേര് ഇടക്കാലത്ത് പറഞ്ഞിരുന്നു. ഈ എന്തായിരിക്കും BJP-യുടെ ഒരു റായ്ബറേലി? BJP ഇപ്പോൾ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്നുള്ള ഒരു അഭ്യൂഹം പരന്ന ഒരു പശ്ചാത്തലത്തിലാണ് വരുൺ ഗാന്ധിയുടെ പേര് മുന്നോട്ട് വെച്ചത്. അതായത് സഹോദരനെ കൊണ്ട് മത്സരിപ്പിക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന് BJP തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നു. വരുൺ ഗാന്ധിയെ നേരിട്ട് BJP നേതാക്കൾ ബന്ധപ്പെട്ട് പ്രിയങ്ക ഗാന്ധിയെ നേരിടണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ വരുൺ ഗാന്ധി അത് തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് വരുൺ ഗാന്ധിയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെ ഒരു മത്സരത്തിൽ താനില്ല എന്നുള്ള തരത്തിൽ വരുൺ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ റായ്ബറേലിയുടെ കാര്യത്തിൽ BJP-ക്ക് ഇപ്പോഴും ഒരു വ്യക്തതയില്ല, അല്ലെങ്കിൽ ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയില്ല. വലിയൊരു മാർജിനിൽ സോണിയാഗാന്ധി ജയിച്ചൊരു മണ്ഡലമാണത്. മാത്രമല്ല വലിയൊരു കോൺഗ്രസിന് നല്ല തോതിൽ സംഘടനാ സംവിധാനമുള്ള ഒരു സ്ഥലം കൂടിയാണ്. അമേഠിയിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ മാറുന്നു. കഴിഞ്ഞ തവണ പരാജയപ്പെട്ട ഒരു സംഭവമുണ്ട്. മാത്രമല്ല അവിടുത്തെ കോൺഗ്രസിന്റെ സംഘടനാ ശേഷി പോലും വളരെ ദുർബലപ്പെട്ട ഒരു രീതിയിലുമാണ്. അപ്പോൾ അമേഠിയിൽ രാഹുൽ ഗാന്ധി വന്നു കഴിഞ്ഞാൽ സമാജ്വാദി പാർട്ടിയുടെ സംഘടനാ ബലത്തിൽ മത്സരിക്കേണ്ട ഒരു സാഹചര്യം അവിടെ വരുന്നു. അതാണ് ഇപ്പോഴത്തുള്ള പ്രശ്നം. അഖിലേഷ് യാദവ് കന്നൌജിൽ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വലിയൊരു മത്സരത്തിന് ഉത്തർപ്രദേശ് സാക്ഷ്യം വഹിക്കുമെന്നുള്ള കാര്യം നമുക്ക് എന്തായിരുന്നാലും ഉറപ്പിച്ച് പറയാൻ കഴിയും. ഏതായാലും ഉത്തർപ്രദേശിലെ ഏറ്റവും സുപ്രധാനമായ മത്സരം നടക്കുന്നത് ഈ 2 മണ്ഡലങ്ങളിലാണ്, അമേഠിയിലും റായ്ബറേലിയിലും. പറഞ്ഞു കേൾക്കുന്നത് ബുധനാഴ്ച കോൺഗ്രസിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും. തുടർന്ന് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ ഈ വ്യാഴാഴ്ച ഈ അമേഠി സന്ദർശിക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അന്നോ അല്ലെങ്കിൽ അതിന്റെ അടുത്ത ദിവസമോ ഈ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. അത് രാഹുലാണോ പ്രിയങ്കയാണോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാന പോരാട്ടമാണ് ഇത്തവണ ഈ അമേഠിയിലും അതുപോലെ തന്നെ റായ്ബറേലിയും നടക്കാൻ വേണ്ടി പോകുന്നത്.